വടകരയിൽ കാറിടിച്ച് വയോധികയെ കൊലപ്പെടുത്തുകയും 9 വയസ്സുകാരി കോമയിലാകുകയും ചെയ്ത സംഭവത്തിലെ പ്രതി പുറമേരി സ്വദേശി ഷെജിലിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഷെജിൽ ക്രിമിനൽ മനസ്സുള്ളയാളാണെന്നും പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്നും കോമയിൽ കഴിയുന്ന ദൃഷാനയുടെ കുടുംബം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17-നായിരുന്നു ഈ ഒരു അറസ്റ്റിനാസ്പദമായ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്നതിനാസ്പദമായ സംഭവം നടന്നത്. അന്ന് വടകരയിൽ ദേശീയപാതയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. അന്ന് മുത്തശ്ശിക്കും മറ്റു കുടുംബാംഗങ്ങൾക്കുമൊപ്പം ദൃശാന റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. ആ സമയത്താണ് ഷെജിയിൽ ഓടിച്ചു വന്ന കാർ ഇടിച്ച് തൽക്ഷണം മുത്തശ്ശി മരിക്കുന്നു. പിന്നീട് ദൃശാന നമ്മൾ ഈ അല്പം മുൻപ് കണ്ടതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക്, കോമയിലേക്ക് അകപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിയുന്നത്. അമ്മ സ്മൃതിയാണ് ദൃശാനയെ പരിചരിക്കുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം മാസങ്ങൾ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കാർ കണ്ടെത്തിയത്. കാർ കണ്ടെത്താൻ തന്നെ ഒരു കാരണമായത് 30,000 രൂപ ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ച് ഈ ഷെജിൽ കൈപ്പറ്റി എന്ന വിവരത്തെ തുടർന്നാണ്. ഒപ്പം തന്നെ ആ സംഭവത്തിന് ശേഷം ഈ പ്രതി വിദേശത്തേക്ക് കടന്നിരുന്നു. ഇത്തവണയും രക്ഷപ്പെടാനൊരു ശ്രമത്തിനിടെയാണ് കോയമ്പത്തൂരിൽ വെച്ച് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. ആ പിടികൂടിയത് കുടുംബത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസമാണ്. ദൃശാനയുടെ കുടുംബം, പ്രത്യേകിച്ച് അമ്മ സ്മിത, ഇപ്പോൾ അതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. അമ്മ, എങ്ങനെ തോന്നുന്നു ഈ ഒരു ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പിടികൂടിയപ്പോൾ ഒരു ആശ്വാസം കിട്ടിയോ? ആശ്വാസം കിട്ടി. പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് ഇത്. വെച്ചാൽ വാഹനാപകടത്തെ സ്വാഭാവിക ശിക്ഷയാണെന്നാണ് പറയുന്നത്. പക്ഷെ അയാൾക്ക് അങ്ങനത്തെ ശിക്ഷ തന്നെ പോരാ. അയാൾ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണ്. അവർ ഇങ്ങനെ ഒരു വാഹനം അടിച്ച് തെറിപ്പിച്ചിട്ട് പൂച്ചയും നായൊന്നല്ലല്ലോ. ഒരു മനുഷ്യൻ്റെ ജീവനെ ഒരു തീരെ വിലയില്ലാത്ത അയാളെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചാനലിലെല്ലാം വന്ന് മോളെ ഫോട്ടോ എല്ലാം വന്നേരം അന്ന് അയാൾക്ക് നമ്മളോട് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാപ്പ് കൊടുക്കണം. എന്നിട്ടും അയാൾ ഇതെല്ലാം ചെയ്തിട്ടും അയാൾ കുറ്റം മറച്ചു വെച്ച് ഇൻഷൂർ പണവും തട്ടി അയാൾ ഗൾഫിലേക്ക് കടന്നു. ഒരു കൊല്ലമായില്ല അയാൾ ഗൾഫ് സൂചിച്ച് അയാളെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥിതി വന്നാൽ അയാൾ ഇതുപോലെ തന്നെ ചെയ്യുക. അതുകൊണ്ട് അയാൾക്ക് നിയമപരമായിട്ട് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. അയാളെ ശിക്ഷിച്ചാൽ ഇതുപോലെ ഒരു ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് തോന്നാതിരിക്കൂ. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദന ആൾക്കറിയണം. ശരിക്കും ഒരു കൊലപാതകവും ശരിക്കും ഒരു വധശ്രമവും തന്നെയാണ് അയാൾ നടത്തിയതല്ലേ? തന്നെ അത് തന്നെയാ. അല്ലാണ്ട് ഒരു വാഹനാപകടം എന്ന് വെച്ചാൽ സ്വാഭാവികം സംഭവിക്കുന്ന തന്നെയാ. എത്രയോ വാഹനാപകടങ്ങളിൽ സംഭവിക്കുന്നത്. പക്ഷെ ഇത് ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തിട്ട് അയാൾ മറച്ചു വെച്ച് എന്നിട്ട് അയാൾ സുഖമായിട്ട് ഗൾഫിൽ പോയി കഴിയുക. അയാൾ എങ്ങനെ കിടന്നുറങ്ങുന്നു? അതുകൊണ്ട് അത്രയും മൈൻഡുള്ള ആൾ അയാൾ എന്നും ചെയ്യില്ല എന്നെന്താ ഉറപ്പ്? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ ശിക്ഷിക്കുക വേണ്ടത് നിയമത്തിന്. മറ്റൊന്ന്, ഒരിക്കലും അയാൾ നിങ്ങളെ ബന്ധപ്പെടാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളോടൊരു മാപ്പ് പറയാൻ പോലും തയ്യാറായിട്ടില്ല. ദൃശാന അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു കിടത്തത്തിൽ ഈ അവസ്ഥയിൽ ഇന്ന് വരെ അയാൾ ബന്ധപ്പെടും, അയാൾ ഒരാൾക്കാരൊന്നും നമ്മളെ വിളിക്കുക ഒന്നും ചെയ്യില്ല. ഇത് ലോകം മുമ്പ് കാണുന്ന ചാനലല്ലേ, എല്ലാവരും അറിയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയെങ്കിലും മോളെ സ്ഥിതി എത്ര ആൾ കണ്ടിന്, എത്രയോ ആൾക്കാർ ജനങ്ങൾ വിളിച്ച് അന്വേഷിച്ചിന്. അങ്ങനെയെങ്കിലും അയാൾക്ക് നമ്മളോട് കൈ അതും പറ്റിപ്പോയി മാപ്പാക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ട് അയാൾ ഭാര്യനോട് ഈ കുറ്റം ആരോടും പറയരുതെന്ന് പറഞ്ഞ് വണ്ടി ഇത്രയും നന്നാക്കി എന്നിട്ട് അയാൾ ഇങ്ങനത്തെ പണിയെടുത്ത് അയാൾക്ക് ഒരിക്കലും ശിക്ഷ ഒന്നിച്ചാൽ മാപ്പ് കൊടുക്കാനാവൂല. അയാൾക്ക് പരമാവധി ശിക്ഷ കോടതി എന്ന് വെച്ചാൽ അയാൾക്ക് അങ്ങനെ ശിക്ഷയില്ല, ജാമ്യം ഇറങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അയാൾക്ക് ക്രിമിനൽ വെച്ചാൽ കൊലപാതക കുറ്റം തന്നെ അയാളെ മേത്ത് ചുമത്തിയിട്ട് അയാൾക്ക് ശിക്ഷ മെറ്റാലിറ്റി ഉണ്ട്. അയാൾക്ക് അതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അയാൾ എന്നും ചെയ്യില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് എങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. നിയമപോരാട്ടം ഇതിന്റെ പേരിൽ തുടരുമോ? തന്നെ അയാൾക്ക് ശിക്ഷ കിട്ടുന്നവരെ നമ്മൾ ചെയ്യും. ഈ മകളുടെ ഈ ഒരു അവസ്ഥയിലാക്കിയതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് നിങ്ങൾ പരിഹാരം അതാണ് ഇപ്പോൾ മോക്കും ഇനിയിപ്പോൾ ചികിത്സയാണ്, തുടർ ചികിത്സക്കുള്ള പൈസ. അതിനൊന്നും ഇനിയിപ്പോൾ അത്ര സാമ്പത്തിക ശേഷം ഇപ്പോൾ പ്രൈവറ്റിലാണ് കൊണ്ടുപോകേണ്ടത്. പ്രൈവറ്റിൽ വലിയ തുക അവർ പറയുന്നത്. ഒരു മാസമെല്ലാം കിടക്കുമ്പോൾ 5 ലക്ഷം 6 ലക്ഷം എല്ലാം പറയുമെന്ന് വെച്ചാൽ നമുക്ക് ആവൂല. ഇപ്പോൾ ഒക്കെ എല്ലാ ചാനലിലെല്ലാം കൊടുത്തിട്ട് കുറച്ച് പൈസ അവളെ ഫണ്ടിലുണ്ട്. പക്ഷെ അതൊന്നും മതിയാവില്ല. പക്ഷെ അതൊന്ന് ചികിത്സക്ക് ഇപ്പോൾ 3 മാസം ഇപ്പം എത്ര അവൾ ബെറ്ററായി വരുവാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സമയം എടുക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. അതുവരെയുള്ള PCO ആണ് ഇവക്ക് മെയിൻ. 3-4 നേരം അവൾ 5ാം ക്ലാസ്സിലേക്ക് ആ സമയത്ത് 4ൽ നിന്ന് 5ലേക്ക് ജയിച്ചതില്ലേ. പഠിക്കുകയും ഡാൻസ് കളിക്കുമല്ലോ. നമ്മളെ നാട്ടിലെ അസോസിയേഷനിൽ അവസാനമായിട്ട് കളിച്ച് ഡാൻസ് കളിച്ച് വന്നതാ. അല്ല, ഒരു കുഴപ്പമില്ലാത്ത മോളാ. ഇങ്ങനെ ആയതിനു ശേഷം മാത്രമാണ് മോളിങ്ങനെ ആയത്. അതുതന്നെയാണ് ദൃശാന എന്ന് പറയുന്ന ഈ പെൺകുട്ടി നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു.
മറ്റ് കഴിവുകളുണ്ടായിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു. ആ കുട്ടിയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഷജീൽ എന്ന് പറയുന്ന നരാധമൻ എന്ന് തന്നെ വിളിക്കാവുന്ന ആളാണ്. കാരണം അയാൾ അന്ന് വാഹനമിടിച്ച് അന്ന് നിർത്തിയിരുന്നെങ്കിൽ അയാളിൽ ഒരു മനുഷ്യത്വത്തിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു എന്ന് പറയാമായിരുന്നു. അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇത് മാധ്യമങ്ങളിൽ വാർത്തയായപ്പോഴെങ്കിലും അയാൾ വിളിച്ചിരുന്നെങ്കിൽ അയാൾക്കൊരു കുറ്റബോധത്തിന്റെ അംശം ഉണ്ടായിരുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷേ മുത്തശ്ശി അവിടെ ആ അപകടത്തിൽ കൊല്ലപ്പെട്ടു. മാത്രമല്ല ദൃശാന ഈ വിധത്തിലായി. എന്നിട്ടും അയാളുടെ മനസ്സ് കല്ല് പോലെ ഉറച്ച അധമമായ ഒരു മനസ്സിനുടമയാണ് അയാളെന്ന് പറയാതിരിക്കാൻ വയ്യ. ദൃശാനയുടെ തുടർ ചികിത്സയ്ക്ക് ഇനിയും ലക്ഷങ്ങൾ കണ്ടെത്തേണ്ട സാഹചര്യത്തിലാണ് അമ്മ സ്മിത അടക്കമുള്ള കുടുംബാംഗങ്ങൾ. അതുകൊണ്ട് കൃത്യമായ കർശനമായ ശിക്ഷ വേണം, നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.